ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AK വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമ്മുടെ സ്കിൻ എങ്ങനെ ഗ്ലോ ആക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഉടനെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബ്ബറാണ്. അതിന് ശേഷമാണ് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നത്. സ്ക്രബ്ബറിനായിട്ട് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള പത്തിരിക്കൊക്കെ പൊടിച്ചിട്ടുള്ള പൊടിയായിട്ട് അങ്ങനെയുള്ള ഒരു പൊടി വേണം കേട്ടോ. പിന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 1/2 സ്പൂണ് ഓട്സാണ്. പിന്നെ അതിലേക്ക് അത് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത് ഹണിയാണ് കേട്ടോ. നല്ല പ്യുവർ ഹണി കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സ്ക്രബ്ബർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർമ്മ സുഷിരങ്ങൾ അടഞ്ഞിട്ട് മുഖക്കുരു വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ മുഖക്കുരു ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ, അതായത് പിമ്പിൾസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ നല്ല ഒരു സ്ക്രബ്ബറാണ്, ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ സ്ക്രബ്ബറിനായിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഓട്സ് വേണം, അത് മിക്സ് ചെയ്യാനായിട്ടുള്ള ഹണി. അപ്പോൾ ഞാനിതാ കുറച്ച് ഓട്സ് എടുക്കുന്നുണ്ട്. അതായത് കുറച്ച് മതി കേട്ടോ ഓട്സ്, 1/2 സ്പൂൺ മതി. നമ്മൾ 1 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1/2 സ്പൂൺ ഓട്സ് മതി. അപ്പോൾ ഞാൻ 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഹണിയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ഹണി. ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹണി എടുക്കാം കേട്ടോ. കാരണം 1 സ്പൂണോ 2 സ്പൂണോ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ട്, അതായത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹണി നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ ഹണി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഞാനൊരു 3-4 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ ഹണി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വരും, കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വരും കേട്ടോ. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഹെയർ ബാൻഡ് ഇടുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ എല്ലായിടത്തായിട്ട് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിത് രാത്രി ഒരു 7 മണിക്കാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പം ഒരിക്കലാണ് സ്ക്രബ് ചെയ്യുക. ആഴ്ചയിൽ നമ്മൾ 2 തവണ ഫേസ് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെൻസിറ്റീവ് സ്കിന്നുകാരാണ്. സെൻസിറ്റീവ് സ്കിന്നുകാർ മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതിയാവും. അല്ലാതെ ഫേസ് പാക്ക് ചെയ്യുമ്പോഴൊക്കെ സ്ക്രബ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനായിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അതായത് നേരെ ഓപ്പോസിറ്റ് ഫലമാണ് ഉണ്ടാക്കുക. അല്ലാത്തവർ 2 ആഴ്ച കൂടുമ്പം സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫേസിൽ എല്ലായിടത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെക്കുക. എന്നിട്ട് നമുക്ക് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളം കൊണ്ട് നനച്ചിട്ട് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഇത് വാഷ് ഔട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഈ ഒരു സ്ക്രബിങ് ചെയ്യുന്നതിലൂടെ ഫേസിലുണ്ടാവുന്ന ഫൈൻ ലൈൻസും ഡേർട്ട്സും പിന്നെ എക്സസ് ഓയിലൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഒരു സ്ക്രബ്ബർ വഴി നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ മാറിക്കിട്ടാനും ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ സ്ക്രബ് ചെയ്യാന്ന് പറയുമ്പം നന്നായിട്ട് ഭയങ്കര എന്താ പറയുക, അമർത്തി നമ്മൾ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. ഭയങ്കര സോഫ്റ്റായിട്ട്, അതായത് വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. ഓക്കെ, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് വളരെ സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാനിതാ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. അത് വാഷ് ഔട്ട് ചെയ്ത് വന്നതാണ്. നല്ലൊരു ബ്രൈറ്റ്നെസ് ഫേസിന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ,
ഫേസ് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഫേസിന് നിറം വെച്ച പോലെ ഉണ്ട് കേട്ടോ. പിന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പാണ്, ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക് എന്നുള്ളത്. അതിന് നമുക്ക് വേണ്ടത് അരിപ്പൊടി തന്നെയാണ് കേട്ടോ. 1 സ്പൂൺ അരിപ്പൊടി വേണം, പിന്നെ 1 സ്പൂൺ കടലമാവ് വേണം, പിന്നെ നമുക്ക് 1 സ്പൂൺ പഞ്ചസാര, അതായത് ഷുഗർ പൊടിച്ചത് വേണം. പിന്നെ അത് മിക്സ് ചെയ്യാൻ നമ്മൾ പനിനീര് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ പാല് യൂസ് ചെയ്യാം, 1-2 സ്പൂൺ പാലും കൂടെ യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പാല് മസ്റ്റായിട്ടും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പാല് യൂസ് ചെയ്യാറുണ്ട്. ഇനി അതല്ല ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യണ്ട കേട്ടോ. ഇനി അവർ ഓയിലി സ്കിന്നുകാർക്ക് പാല് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തിളപ്പിച്ചാറിയ പാല് യൂസ് ചെയ്യാം കേട്ടോ. അതിന് പാട നീക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ 1 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് 1 സ്പൂൺ ഷുഗർ പൊടിച്ചത്, ഞാൻ ഷുഗർ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. നൈസായിട്ട് പൊടിച്ച ഷുഗർ വേണം. അപ്പം ഞാൻ 1 സ്പൂൺ ഷുഗർ പൊടിച്ചത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണ്? കടലമാവാണ് കേട്ടോ. 1 സ്പൂൺ കടലമാവ്. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണ് കടലമാവ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത് 1 സ്പൂൺ പാലും അതേപോലെ 2 സ്പൂൺ റോസ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ റോസ് വാട്ടറുമാണ് വേണ്ടത്. 1-2 സ്പൂണ് പാല് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് തിളപ്പിക്കാത്ത പച്ചപ്പാലാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് തിളപ്പിക്കാത്ത പച്ചപ്പാലാണ് നല്ലത് കേട്ടോ. ഈ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളപ്പിച്ചാറിയ പാട നീക്കിയ പാലാണ് നല്ലത്. ഓക്കെ, ഇനി പാലില്ല ഇത് മിക്സ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പനിനീര് യൂസ് ചെയ്താൽ മതി. അതായത് റോസ് വാട്ടറിനെ യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്ക് ആക്കിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ എൻ്റെ അടുത്ത് പാലുള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യുന്നത് മാത്രം. അപ്പം ഞാൻ ഇതിന്ന് 1 സ്പൂൺ പാല് ഞാൻ ഇവിടുന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പാല് ഞാൻ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, റോസ് വാട്ടർ കൂടെ വേണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗുലാബ്രിയുടെ റോസ് വാട്ടറാണ് കേട്ടോ. അത് ഇതിലേക്ക് കുറച്ച് പാർന്ന് കൊടുക്കുകയാണ്. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ട് ഉള്ള റോസ് വാട്ടർ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. ഭയങ്കര തിക്കാവരുത്, എന്നാൽ ഭയങ്കര ലൂസായിട്ടും ആക്കിയെടുക്കരുത് ഈ ഫേസ് പാക്ക്. പിന്നെ ഈ കടലമാവ് ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും, ഉണ്ട പോലെ ഉണ്ടാവും. അത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സ്പൂണൊക്കെ വെച്ച് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാവും. ഭയങ്കര ലൂസ് ആവരുത്, എന്നാൽ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയിലും ആവരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിൽ ബ്രഷ് ഉള്ളത് കൊണ്ട് ഈ ഒരു ബ്രഷ് വെച്ചാണ് ഫേസിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബ്രഷ് ഇല്ലാത്തവർ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ബ്രഷ് ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് വിറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതായത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞ ഒരു സാധനമാണ് ഈ അരിപ്പൊടി. അത് നമ്മുടെ ഫേസിന് നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ചുളിവുകൾ മാറാനായിട്ടും പിന്നെ പിമ്പിൾസ് വരാതിരിക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിമ്പിൾസ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കും ഇത് നല്ലതാണ്. അത് പിമ്പിൾസ് റിമൂവ് ആയി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് അരിപ്പൊടിയും പാലും അല്ലെങ്കിൽ അരിപ്പൊടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ പാക്കാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ഒരു സാധനമാണ് അരിപ്പൊടി. പിന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, സ്ക്രബ് ചെയ്യുന്നത് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ സ്ക്രബ് ചെയ്യുക. അതല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു സ്ക്രബ് ചെയ്യുക. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർ വളരെ സൂക്ഷിക്കുക. മാസത്തിൽ ഒരിക്കൽ സ്ക്രബ് ചെയ്യുക, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫേസ് മാസ്ക്, അതായത് ഫേസ് പാക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് ഫേസിൽ വെക്കുക. എന്നിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി.
ഇത് വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നനച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് മസാജ് ചെയ്തുകൊണ്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഒരു 15-20 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. എന്നിട്ട് നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ് എത്രത്തോളം ഒരു ഗ്ലോ വന്നിട്ടുണ്ട്, അതുപോലെ വൈറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്രത്തോളം നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രബും അതുപോലെ പാക്കും ഒരു 2-3 ദിവസം, അതായത് 2 പ്രാവശ്യത്തേക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞു, ഇനി അടുത്ത ഒരു പ്രാവശ്യം കൂടെ ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ. 2 പ്രാവശ്യം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഒരു 10-20 മിനിറ്റ് ഫേസിൽ വെക്കുന്നതാണ്. എന്നിട്ട് ഇത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. എങ്ങനെയുണ്ട് എൻ്റെ ഫേസ് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാനിതാ വാഷ് ഔട്ട് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആദ്യത്തെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു കളറിനേക്കാളും കുറച്ചൊന്ന് ബ്രൈറ്റായി വന്നിട്ടുണ്ട് സ്കിന്ന്, കണ്ടില്ലേ? പിന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവും എന്നല്ല കേട്ടോ, ഭയങ്കരമായിട്ട് വൈറ്റ് ആയിട്ട് വരും എന്നല്ല. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കളർ നമുക്ക് തിരിച്ച് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബും ഫേസ് പാക്കുമാണിത് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈറ്റനിങ് എഫക്റ്റ് എൻ്റെ സ്കിന്നിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ലൈവ് റിസൾട്ട് തന്നെയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഞങ്ങൾ മൂന്നാർ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ഈ ഒരു അലോവേര ജെല്ലാണ് കേട്ടോ. ഇതിൽ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അലോവേര, ആക്വ, ഗ്ലിസറിൻ, പ്രിസർവേറ്റീവ്സ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നല്ല ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അലോവേര ജെല്ലാണിത്. ഇത് ഒലിവ് നാച്ചുറൽ ആൻഡ് പ്യുവർ അലോവേര ജെൽ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഹൈലി എഫക്റ്റീവ് ഫോർ റിമൂവൽ ഓഫ് ഡാർക്ക് സർക്കിൾസ്, പ്രിവെൻഷൻ ഓഫ് പിമ്പിൾസ് ആൻഡ് ആക്നെ ആസ് ആൻ ആഫ്റ്റർ ഷേവ് ലോഷൻ, ഹീലിംഗ് ഓഫ് ക്രാക്ക്ഡ് ഹീൽസ്, സ്കിൻ മോയ്സ്ചറൈസർ എന്ന്. ഈ 5 കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലോവേര ജെല്ലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അലോവേര ജെല്ലാണ് കേട്ടോ. ഇനി മൂന്നാറൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിച്ചു വെച്ചോളൂ. ഇത് ഒലീവ് എന്ന് പറയുന്ന കമ്പനിയുടെ നാച്ചുറൽ ആൻഡ് പ്യുവർ അലോവേര ജെൽ എന്നാണ് കേട്ടോ പേര്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാണ് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, പ്യുവർ സാധനമാണ്. ഓക്കെ, ഒരുപാടൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് എടുത്താൽ മതി. ഞാനിങ്ങനെ ഡോട്ട് ആക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. ഇത് ഇടുമ്പം തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. ആഴ്ചയിൽ 2 തവണ വെച്ച് ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറി നമ്മുടെ മുഖം നിറം വർദ്ധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണിത്. പിന്നെ കൊറിയക്കാരുടെ ഇമ്പോർട്ടൻറ്റ് ഫേസ് പാക്ക് ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. അരിപ്പൊടിയിൽ ഒരുപാട് വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ അരിപ്പൊടി ഫേസ് പാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു അലോവേര ജെല്ല് കുറച്ചൊന്ന് കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 3-2 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസുമായിട്ട് അതങ്ങ് അബ്സോർബ് ആയി പോകും. പിന്നെ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു ഫേസ് പാക്കും സ്ക്രബും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും FB അക്കൗണ്ടും നെയിം ഞാനിവിടെ കൊടുക്കാം. യൂട്യൂബ് ഷോർട്സൊക്കെ അത് ഇടാറുണ്ട്. അപ്പോൾ ഇതുവരെ അത് ഫോളോ ചെയ്യാത്തവരെ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു 95% റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റീപ്ലൈ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ.